ദൈവനാമത്തിന് മഹത്വം. ഒരു വിത്ത് നട്ടതിന് ശേഷം അത് മുളച്ചു വരുവാൻ എത്ര നാൾ നാം കാത്തിരിക്കും? ഏതാനും ചില ദിവസങ്ങൾ മാത്രം. എന്നാൽ ചൈനീസ് ബാംബുവിൻ്റെ കഥ വളരെ രസകരമാണ്. ചൈനീസ് ബാംബുവിൻ്റെ വിത്ത് നട്ടു കഴിഞ്ഞാൽ ഒന്നല്ല, രണ്ടല്ല, 1 മാസമല്ല, 2 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, നീണ്ട 5 വർഷത്തോളം ആ വിത്തിന് വെള്ളവും നൽകേണ്ടുന്ന വളവും നൽകിക്കൊണ്ടേയിരിക്കണം. ഈ 5 വർഷമെടുത്താലും അതിൻ്റെ മുളകൾ പൊട്ടി വരാറില്ല. എന്നാൽ 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ മുളകൾ ചെറുതായി പൊട്ടിത്തുടങ്ങും. എന്നാൽ അത്ഭുതം ഇതാണ്, 5 വർഷം കഴിഞ്ഞ് വലുതായാൽ 5, 6, 7 ആഴ്ച കൊണ്ട് 60 മുതൽ 80 അടി വരെ നീളത്തിന് അതിന് വളരുവാനായിട്ട് കഴിയും. അത്രമാത്രം ഊർജം 5 വർഷം കൊണ്ട് അത് സംഭരിച്ചു കഴിഞ്ഞു. 5 വർഷം വളരുവാനെടുത്ത ആ സമയത്തേക്കാൾ കൂടുതൽ വളരെ വേഗത്തിൽ അത് വളർന്നു ഉയർന്നു. പ്രിയമുള്ളവരെ, ദീർഘനാളുകളായി അനവധി വിഷയങ്ങൾ പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുകയാണ് നാം. നിരവധി വിഷയങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ 126-ാം സങ്കീർത്തനം അതിൻ്റെ 5, 6, 7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും, കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടെ കഴിയും. നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരാം, എത്ര വർഷമായാലും നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഭദ്രമാണ്. ദൈവം അതതിൻ്റെ സമയത്ത് ചന്തമായി ഉചിതമായി തീർക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുക. ഭൂമിയുടെ അടിയിൽ വേര് പരമാവധി സംഭരിച്ച് ആ മുളയെ വളർത്തുവാൻ പാകത നേടുന്നത് പോലെയാണ് ക്രൈസ്തവ ജീവിതവും. വിശ്വാസത്താലും പ്രത്യാശയാലും പ്രതിഷ്ഠയാലും വളരുവാൻ പരമാവധി സംഭരിക്കേണ്ട നാളുകളാണിത്. പരമാവധി സംഭരിക്കുക. ഉത്തരം കിട്ടിയില്ല എന്നോർത്ത് വേദനപ്പെടേണ്ട, ആശങ്കകൾ വേണ്ട. പരമാവധി പ്രാർത്ഥനയിലൂടെ ഊർജം സംഭരിക്കുക. നാളെ ഇതിൻ്റെ നന്മ 10 മടങ്ങ് അനുഭവിപ്പാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.